Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. Hope you all are doing well. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകും. And today God is going to change your life completely. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പൊസിഷൻ റെഡിയാക്കുക. You have to position yourself at the presence of God. നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ഇരിപ്പ് ക്രമീകരിക്കുമ്പോൾ Once you position yourself in front of God, ദൈവം നമ്മളിൽ നിറയ്ക്കാനുള്ളത് and God will fill us what He need to be filled. John chapter 7 verse 38. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ കാര്യങ്ങളാണ്. And it's a greater things that God has prepared for the people, those whom He loved. The one who believes in me, as the scripture from his innermost being will flow rivers of living water. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അവന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. If there is a redeemed believer, out of his belly shall flow rivers of living water. That is the power of the Holy Spirit. നമ്മുടെ ജീവിതത്തിൽ ദൈവ ശബ്ദം കേൾക്കുക. In our life, we have to hear the voice of God. അവന്റെ സാന്നിധ്യം അനുഭവിക്കുക. We have to experience the presence of God. അവന്റെ ശക്തിയിൽ മുന്നേറുക. We have to go forward with the power of the Holy Spirit. We are on the brink of the greatest move of God in history. ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു ഉണർവിന്റെ വക്കിൽ നാം എത്തി നിൽക്കുകയാണ്. ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവിന്റെ വക്കിൽ നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. So we are at the brink of a greater revival that the history has ever seen അതിലേക്ക് before. ദൈവം നമ്മെ കൊണ്ടുപോകാൻ പോകും. And God is going to lead us into that revival. എല്ലാവരുടെയും ഹൃദയത്തിലെ വാഞ്ചയും ആഗ്രഹമാണ് ഒരു റിവൈവൽ, ഉണർവ്. So that is the greatest desire of every believer, a revival. ഉണർവെന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മറ്റ് ചിന്തയും ചിന്താഗതികളും മാറി മൊത്തത്തിൽ അതിലേക്ക് നാം ഫോക്കസ് ചെയ്യുവാൻ തുടങ്ങും. And whenever we hear the word revival, we will forget about all other things and we focus on that particular things, revival. Position yourself to participate the supernatural outpouring. ഈ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി നമ്മെ തന്നെ നാം ക്രമപ്പെടുത്തുക, നമ്മെ തന്നെ നാം ഒരുക്കുക. ഒരു പാത്രം ചെരിഞ്ഞിരുന്നാൽ അതിനകത്ത് ആമേൻ നിറച്ച് വെള്ളം ലഭിക്കുകയില്ല. And if there is a vessel is not positioned properly, we will not get the full water in അത് that. കമന്ന് കിടന്നാൽ അതിൽ വെള്ളം ലഭിക്കുകയില്ല. And if a vessel up and down, we will not get water in that. എന്നാൽ അതിന്റെ പൊസിഷനിൽ വെക്കുമ്പോൾ But we will position it properly. ആ പാത്രം വെള്ളം കൊണ്ട് നിറയും. That vessel be filled with the water. The Holy Spirit is God. പരിശുദ്ധാത്മാവ് ദൈവമാണ്. The Holy Spirit lives in us. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. Therefore God dwells in us. അതുകൊണ്ട് ദൈവം നമ്മിൽ വസിക്കുകയാണ്. I mean, within you is a lovely, a heavenly world with a vibrant power. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വർഗരാജ്യത്തിന്റെ ശക്തി അസാധാരണമായി അത് വസിക്കുകയാണ്. അവൻ നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ ശക്തി ആമേൻ വസിക്കുകയാണ്. In you the power of the heavenly kingdom vibrantly dwelling. ഈ ചിന്തയോടെ വേണം നാം മുന്നോട്ട് So പോകുക. we have to go forward with this thought. ദൈവത്തിന്റെ അസാധാരണ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. Mighty doors for God is going to open for you. ഒരു നദി നിങ്ങളുടെ ഉള്ളിൽ ഒഴുകുന്നു. Out of your belly a river is overflowing. ആ നദിയുടെ പേരാ ജീവജല നദി. Name of that river is the rivers of living water. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. Lord bless your people. ഇപ്പോൾ ഡെഡ് ആയതിനെ മുഴുവൻ ചലിപ്പിക്കുന്ന ജീവജല നദി
ഇപ്പോൾ ഈ ജനത്തിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകട്ടെ. Out of their belly shall flow rivers of living water, which make all the dead alive. ദൈവത്തിന്റെ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. Let miraculous ways of God be open in front of them. കർത്താവിന്റെ അത്ഭുത വഴികൾക്കായി നന്ദി പറയുന്നു. Thank you for your marvelous ways. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. Amen. God bless you. I love you.